ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. പത്തരമാറ്റിന്റെ ഇനി വരാൻ പോകുന്ന ആ ഒരു വമ്പൻ കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അഭി ചെയ്ത തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുകയാണ്. ഇതുവരെ അഭി ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളൊക്കെ കണ്ടില്ലാന്ന് നടിച്ചിരുന്ന മൂർത്തിമുത്തച്ഛനാണെങ്കിലും ഇത്തവണ അഭിക്ക് നേരെ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഒടുവിൽ വീട്ടിൽ നിന്നും വരെ അഭിയെ അടിച്ചിറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. നവ്യക്കാണെങ്കിലും എല്ലാ സത്യങ്ങളും ബോധ്യമാവുകയാണ്. പത്തനമാറ്റ് സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ അഭി അറിഞ്ഞിരിക്കുകയാണ് നയനയും ആദർശും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്ന്. മാത്രമല്ല നമ്മുടെ നയന അഭിയുടെ കാരണക്കുറ്റിക്ക് നോക്കി വരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയോ നാള് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ദേഷ്യവും പകയും വൈരാഗ്യവും ഒക്കെ നയന ഈ സമയം തീർക്കുന്നുണ്ട് കേട്ടോ. കാരണം തന്റെ ചേച്ചിയെ ചയച്ചു പോരാഞ്ഞിട്ട് ആദർശനെയും നയനെയും പറ്റിച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ഇവരെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നു. ജ്വല്ലറിയിലും നാട്ടിലും ഒക്കെ അഭി അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ആദർശാണ് ചന്തുമോൾ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ അഭിയുടെ ഈ പ്രവർത്തികൾ മൂലം പൊറുതി മുട്ടിയിട്ടാണ് ആദർശും നയനയും അഭിയോട് പറയുന്നത്, ഇനി നീ കൂടുതൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയും. സത്യങ്ങളെല്ലാം നവ്യേച്ചിയും അറിയും. അതുകൊണ്ട് നീ എല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കോ. ഇല്ലെങ്കിലേ ഉറപ്പായിട്ടും നിന്റെ അമ്മയും നിന്റെ ഭാര്യയും ഒക്കെ എല്ലാം അറിയും. അറിയാലോ, ദേ എന്നെ പോലെ ഒന്നും അല്ല എന്റെ ചേച്ചി. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ മുത്തശ്ശനോട് ആദ്യം ആവശ്യപ്പെടുന്നത് എന്റെ ചേച്ചിയായിരിക്കും. അഭിയെ ശരിക്കും വരട്ടുന്നുണ്ട് നയന. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭിയാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ട്. ഇത്രയും നാളും ആദർശിന്റെയും നയനയുടെ മുമ്പിൽ തനിക്ക് 100 നാക്കായിരുന്നു. ആദർശിനോട് തന്നെ നേർക്ക് നേരെ നിന്ന് നീയല്ലേ ആ കൊച്ചിന്റെ അച്ഛൻ, എങ്കിലും ആദർശേട്ടാ ഇത് എന്തിനു ചെയ്തു എന്നൊക്കെ ചോദിച്ചിരുന്ന അഭി ആദർശിന്റെയും നയനയുടെ മുമ്പിൽ പഞ്ചപുച്ഛം മടക്കി നിൽക്കുന്ന കുറച്ച് സീനുകളൊക്കെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അഭിക്ക് ഈ ഒരു കള്ളത്തരം മാത്രമല്ലല്ലോ, ജ്വല്ലറിയിൽ പല തട്ടിപ്പുകളും അഭി നടത്തുന്നുണ്ട്. ബ്രാഞ്ച് ഏൽപ്പിച്ച ജ്വല്ലറിയിൽ മാത്രമല്ല പല ജ്വല്ലറികളിലും അഭി പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. നവ്യക്കാണെങ്കിൽ ഇപ്പോഴും നയനയോട് സ്നേഹം തന്നെയാണ്. തന്റെ അനിയത്തിയാണ് നയന. അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. നയന എപ്പോഴും നന്മയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ നവ്യയുടെ മനസ്സിലുണ്ട്. ചിലപ്പോൾ തന്റെ ജീവിതം പോകാതിരിക്കാനും അച്ഛനും അമ്മയ്ക്കും ഒരു സങ്കടം ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആദർശിന്റെ ഈ തെറ്റുകളെല്ലാം അംഗീകരിച്ച് ചന്തുമോളുടെ അമ്മയായി മാറിയിരിക്കുന്നത് എന്നൊക്കെയാണ് നവ്യ ചിന്തിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം മാത്രം നവ്യക്ക് അറിയില്ല. നവ്യ പലപ്പോഴും നയനയുടെ മുഖത്ത് നോക്കി പലതും പറയുന്നുണ്ടെങ്കിലും നവ്യയുടെ മനസ്സിൽ നയനയോട് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ചേച്ചിയും അനിയത്തിയും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ അഭിക്കും ജലജയ്ക്കും ഒക്കെ. അവരതിനു വേണ്ടി പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട്. അഭി നവ്യോട് പറയുകയാണ്, നിന്റെ അനിയത്തി ഒരൊറ്റ ആളെ വിചാരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേറൊരു ബ്രാഞ്ചും കൂടെ കിട്ടിയേനെ നവ്യ. അപ്പൊ നീ ഒന്ന് ഓർത്ത് നോക്കി, നിന്റെ അനിയത്തിക്ക് നിന്നോട് അസൂയ ഉള്ളതുകൊണ്ടല്ലേ നിനക്ക് അതൊന്നും ചെയ്തു തരാത്തത്. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതേസമയം നവ്യ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, എനിക്ക് നയനയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവള് വീട്ടുകാർക്കും എനിക്കും ഒക്കെ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് മുതലേ അവൾ അങ്ങനെ തന്നെയാണ്. അവൾക്ക് വേണ്ടി അവൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിപ്പോ കല്യാണം കഴിയുന്നതിന് മുമ്പും അവളെ എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ അനിയത്തിക്കും ഒക്കെ വേണ്ടി തന്നെയാണ് നയന കഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ തിരിച്ചായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്. ചേച്ചി എന്ന നിലയിൽ ഞാനല്ലായിരുന്നു ആ കുടുംബം നോക്കേണ്ടിയിരുന്നത്. അന്നൊന്നും എനിക്ക് വലിയ പക്വതയൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എനിക്ക് നയനയെ പൂർണ്ണമായിട്ടും തള്ളി പറയാൻ പറ്റില്ല അഭി. അവളിപ്പോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് അത് അവളുടെ നേട്ടത്തിന് വേണ്ടിയല്ല, പകരം അവളെ സ്നേഹിക്കുന്ന ആരും വിഷമിക്കാതിരിക്കാൻ കൂടിയാ. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും നയന എന്നെ കരിവാരി തേക്കുമെന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള കുശുമ്പ് കൊണ്ട് എനിക്കൊന്നും കിട്ടരുതെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു മനസ്സല്ല അവളുടേത്. നീ അത് മനസ്സിലാക്കണോ അഭി. അഭിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ചമ്മി നിൽപ്പുണ്ട്. കാരണം നയനയും നവ്യയും ഏതെങ്കിലും രീതിയിൽ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ അഭിയുടെ ഉദ്ദേശം. നവ്യക്ക് ഇപ്പോഴും നയനയോട് സ്നേഹം ഉണ്ടെന്ന് അറിയുമ്പോൾ അതില്ലാതാക്കാൻ പിന്നെയും ഓരോന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്റെ നവ്യേ, ഇതൊക്കെ നിന്റെ തോന്നലാണ്. ഇപ്പൊ അവരൊരു കുടുംബം, നമ്മൾ വേറൊരു കുടുംബം. ആദർശും അതുപോലെ ചന്തുമോളും നയനയും ഒരു കുടുംബം. നമ്മുടെ അനന്തപത്മനാഭനും ഞാനും നീയും വേറൊരു കുടുംബം. ഈ കുടുംബങ്ങൾ തമ്മിൽ രണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ടേ അവിടെ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടാവും. കാര്യം ശരിയാ, നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരിമാരൊക്കെയാ. പക്ഷെ ആ രക്തബന്ധമൊക്കെ നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ ഒരു വീട്ടിലാണെങ്കിലും
നീ എന്റെ ഭാര്യയും നയന ആദർശിന്റെ ഭാര്യയുമാണ്. അപ്പൊ എന്താ, രണ്ട് കുടുംബമായില്ലേ? രണ്ട് കുടുംബങ്ങൾക്കിടയില് കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടാവും. ഇല്ലായിരുന്നെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ബ്രാഞ്ച് എല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നില്ലേ? ഒരു 2-3 ബ്രാഞ്ചെങ്കിലും മിനിമം എന്നെ ഏൽപ്പിച്ചേനെ. അങ്ങനെ ചെയ്യുള്ളായിരുന്നു. അതുകൊണ്ടേ എനിക്ക് ഉറപ്പാ, ആദർശിനും നയനയ്ക്കും ഒക്കെ നമ്മൾ വളരുമോ എന്നുള്ള ഒരു ഭയമാണ്, നമ്മൾ നന്നായി പോകുമോ എന്നുള്ളൊരു പേടി അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ തന്നെ പറഞ്ഞിട്ട് അഭി ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നവ്യക്കാണെങ്കിലും തോന്നിപ്പോവുകയാണ് അഭി പറഞ്ഞതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ടെന്ന്. അതിനുശേഷം ജലജ അഭിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, എടാ അഭി, നീ ഇപ്പൊ എങ്ങനെയാ അവളോട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടോ? ആ നയനയെ കുറിച്ചുള്ള കുറ്റങ്ങൾ നീ അവളോടെ എപ്പോഴും അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. മാത്രമല്ല രണ്ടിനെയും തല്ലിപ്പിരിച്ച് രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു അവസ്ഥ എത്തിക്കണം. അതുകൊണ്ട് നീ നന്നായിട്ട് നിന്റെ ഭാര്യയെ പിരികേറ്റടാ. നിന്നെ അവൾക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാല് അവളെല്ലാം മുഖവിലയ്ക്ക് എടുക്കും. നീ ഇപ്പൊ തട്ടിപ്പും വെട്ടിപ്പും അതുപോലെ പെണ്ണുങ്ങളുടെ പുറകെ പോക്കും ഒന്നും ചെയ്യാതെ മാന്യനായിട്ട് ജീവിക്കാന്നാണല്ലോ നവ്യ കരുതുന്നത്. അല്ല, നവ്യ മാത്രമല്ല ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. അതൊക്കെ സത്യം തന്നെയാണല്ലോ എന്നിങ്ങനെ സംശയത്തോടെ ചോദിക്കുമ്പോ അഭി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മ ഇത് എന്ത് വർത്താനാ പറയുന്നത് അമ്മേ? അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിലേ നിനക്ക് കിട്ടിയ ആ ബ്രാഞ്ച് നീ നല്ല രീതിയിൽ നോക്കാൻ ഉപദേശിക്കുന്നുണ്ട് ജലജ. പഴയ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് ഒരിക്കലും ഗുണം ചെയ്യില്ല മോനെ. പഴയ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിന്നെ വീണ്ടും കള്ളനാകും. അത് കഴിഞ്ഞ് ബ്രാഞ്ചിൽ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഭിക്ക്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊന്നും അല്ലെന്നും അഭി പല തട്ടിപ്പും വെട്ടിപ്പും ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ജലജയ്ക്ക് അറിയില്ല. ഏതായാലും ജലജയുടെ വാക്കുകളെല്ലാം കേട്ട് എല്ലാത്തിനും തലകുലുക്കി സമ്മതിച്ച് അഭി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അഭിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അഭിയെ വിളിക്കുന്നത് സ്വർണ്ണപ്പണിക്കാരനാണ്. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ വിളിച്ചിട്ട് പറയുകയാണ് അഭിയോട്, എന്റെ പൊന്നു സാറേ, ഞാൻ എന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ സത്യം പറയാലോ, ഒരു പോളെ കണ്ണടയ്ക്കാൻ കൂടി പറ്റുന്നില്ല. അതിന് കാരണമുണ്ടല്ലോ, കള്ളത്തരം ചെയ്തുകൊണ്ട് എനിക്ക് സത്യമായിട്ടും പേടിയാ സാറേ. അതുകൊണ്ട് സാറ് തന്നെ പറയാം, ഇതിനൊരു പരിഹാരം ഇനി ഉണ്ടാവോ? ദേ പോലീസൊക്കെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനെങ്ങാനും അകത്തു പോവോ സാറേ എന്നൊക്കെ അയാൾ പേടിയോടെ ചോദിക്കുമ്പോഴേക്കും, താൻ എന്തിനാണോ ഇത്ര പേടിക്കുന്നത്? താൻ പേടിക്കൊന്നും വേണ്ട. പോലീസുകാർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ അവരെ എന്റെ കസ്റ്റഡിയിലാക്കും. താൻ അറിഞ്ഞു കാണുമല്ലോ, ഞാനിപ്പോ ഒരു ബ്രാഞ്ചും കൂടെ നോക്കി നടത്തുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് എന്നെ സംശയിക്കാൻ ഇനി ആരും പോകുന്നില്ല. എന്നെ സംശയിക്കാത്തടത്തോളം താനും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെയും ആരും സംശയിക്കാൻ പോകുന്നില്ല എന്നെല്ലാം അഭി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഉടനെ സ്വർണ്ണപ്പണിക്കാരൻ വിഷമത്തോട് പറയും, സാർ എനിക്ക് കുറെ പൈസ തരാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. എന്റെ ദാരിദ്ര്യമാണ് സാറ് മുതലെടുത്തത്. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന്. എന്നാൽ സാർ എനിക്ക് ഒരുപാട് പണം ഓഫർ ചെയ്തപ്പോ ഞാനത് അനുസരിച്ച് പോവുകയായിരുന്നു. എന്നാൽ അഭി ഇങ്ങനെ ഇയാളോട് ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ കേൾപ്പുണ്ടായിരുന്നു. മൂർത്തി ആ വഴി പോയപ്പോഴാണ് അഭി ഇങ്ങനെ പരിങ്ങി കളിക്കുന്നത് കണ്ടതും അവിടെ തന്നെ സൈഡിലേക്ക് മാറി നിന്നിട്ട് അഭി സ്വർണ്ണപ്പണിക്കാരനോട് പറയുന്നത് മുഴുവൻ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ കേട്ട് കഴിഞ്ഞു. അഭി അവസാനമായിട്ട് അയാളോട് പറയുന്നുണ്ട്, താൻ പേടിക്കണ്ടോ, തനിക്കുള്ളതെല്ലാം ഞാൻ തന്നില്ലേ, ഇനിയും വേണമെങ്കിൽ തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. അതുകൊണ്ട് താൻ പേടിക്കാതിരിക്കുക. പോലീസ് ഒന്നും അറിയാൻ പോകുന്നില്ല. കുറച്ച് സ്വർണം കടത്തിയെന്ന് ഓർത്തുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ആ ജ്വല്ലറി എന്റെയും കൂടെ അല്ലേ? അപ്പോഴേ അതൊന്നും അത്ര വലിയ തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. ഇത്രയും അങ്ങോട്ട് കേൾക്കുന്നത് മുത്തശ്ശന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രണം വിട്ട് മുത്തശ്ശൻ അഭിയുടെ നേർക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അമ്പട കള്ള, അപ്പോൾ നീയാണല്ലേ ആ സ്വർണം മുഴുവൻ കടത്തിയത്? എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വിലസി നടക്കുമായിരുന്നല്ലേടാ നീ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. നിന്റെ കള്ളത്തരം ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അഭിയാണെങ്കിൽ ശരിക്കും പെട്ടുപോയെന്ന് പറയാം. ഈശ്വര, മുത്തശ്ശൻ എല്ലാം അറിഞ്ഞു. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനിയിപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴിയെന്നൊക്കെ അഭി ആലോചിക്കുന്നുണ്ട് ഇതേ സമയം. ഏതായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പിന്നീട് നമ്മുടെ നന്ദൂരിയാണ് കേട്ടോ വിളിക്കുന്നത്. നന്ദൂരാണെങ്കിൽ മുത്തശ്ശന്റെ കോള് വരുന്നതും എന്താ മുത്തശ്ശ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോ മുത്തശ്ശൻ നന്ദുവിനോട് പറയാ, നന്ദുമോളെ, ഞാൻ പിന്നെ മോളെ വിളിച്ചത് ഒരു കേസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞങ്ങളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് തന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ജ്വല്ലറിയിൽ നിന്ന് ഇങ്ങനെ കുറെ സ്വർണ്ണമൊക്കെ മോഷണം പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ടാണ് ആ പെറ്റീഷൻ തന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീപെറ്റീഷൻ തരാമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ചോദിക്കുകയാണ്, ആണോ മുത്തശ്ശ?
അല്ല മുത്തശ്ശൻ ഇതിന് പിന്നിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംശയമല്ല മോളെ, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിപ്പോ. അഭി തന്നെയാണ് ഇതിന്റെ എല്ലാം പുറകിൽ. അഭി ഫോണിൽ കൂടെ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അവൻ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഇതറിയുന്നതും നന്ദു ആണെങ്കിലും ആകെ ഷോക്കാവുന്നുണ്ട്. നന്ദുവിനാണെങ്കിലും ശരിക്കും ദേഷ്യം തോന്നുന്നുണ്ട് അഭിയോട്. ചന്തുമോളുടെ പിതൃത്വം മറച്ചു വെച്ചുകൊണ്ട് അഭി ആദർശിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചതെല്ലാം, അതിന്റെ ആ ഒരു ദേഷ്യമെല്ലാം നന്ദുവിനുണ്ട് മനസ്സിൽ. നവ്യ ഒന്നും അറിയാതിരിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ആ ദേഷ്യം മുഴുവൻ മനസ്സിലിട്ട് ഇത്രയും നാളും കൊണ്ടു നടന്നത്. എന്തായാലും ഇതും കൂടെ അറിയുമ്പോഴേക്കും അഭിയോടുള്ള തന്റെ വൈരാഗ്യം മുഴുവൻ തീർക്കാൻ പറ്റിയ ഒരു അവസരമാണെന്ന് നന്ദുവിന് തോന്നുകയാണ്. അങ്ങനെ മൂർത്തി മുത്തശ്ശനോട് ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട മുത്തശ്ശ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന്, എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന്. എന്നാൽ മൂർത്തി മുത്തശ്ശൻ പറയും, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് അവനെ അറസ്റ്റ് ഒന്നും ചെയ്യേണ്ട നന്ദു, നീ കേസ് അന്വേഷിച്ച് അവനെ പൂട്ടണം, അവനെ ലോക്ക് ചെയ്യണം. ഞാനിപ്പോ അവൻ പറയുന്നത് മുഴുവൻ കേട്ടെന്നല്ലേ ഉള്ളൂ, പക്ഷെ അവനെ പൂട്ടാൻ ഒരു തെളിവല്ലല്ലോ അത്. അതുകൊണ്ട് നീ തന്നെ ഈ കേസ് അന്വേഷിച്ച് തെളിവ് സഹിതം തന്നെ അവനെ പൂട്ടണം. എന്തായാലും മുത്തശ്ശൻ ഇങ്ങനെ നന്ദുവിനോട് ഫോണിലൂടെ അവനെ പൂട്ടണം, അഭിയെ അടയ്ക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് വസുന്ധരയും അങ്ങോട്ട് വരികയാണ്. മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം എന്താ പറഞ്ഞത്, ആരോടാ ഇപ്പൊ ഫോണിലൂടെ സംസാരിച്ചത്? അല്ല അവനെ പൂട്ടണം, അഭിയെ പൂട്ടണം എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തു പറ്റി? സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോ? നന്ദു അറിഞ്ഞോ? അപ്പൊ മുത്തശ്ശനാണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്. നന്ദു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് തന്നെ പറയുന്നു. പക്ഷെ അതേസമയം മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഉദ്ദേശിച്ച സത്യങ്ങളൊന്നും അല്ല എന്ന്. നീ ഉദ്ദേശിച്ചത് ചന്തുമോൾ അഭിയുടെ കുഞ്ഞാണെന്നുള്ള സത്യമല്ലേ? പക്ഷെ ആ സത്യമല്ല, അതിനേക്കാളും വലിയൊരു തെറ്റും അഭി ഇതിന്റെ കൂട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, അവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റുകൾ തന്നെയാണല്ലോ, പക്ഷെ അവന്റെ ഭാര്യയ്ക്ക് അവനെ ഇപ്പോഴും വിശ്വാസമാണ്. അവൾക്ക് അവൻ ചെയ്യുന്നതെല്ലാം ശരിയാ. എന്നാലേ അവന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇതും കൂടെ വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല. അവൻ അവസാനത്തെ വാണിംഗ് കൊടുത്തിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിട്ടത്. അന്ന് നവ്യ കാല് പിടിച്ചതുകൊണ്ടാണ് അവനെ ജ്വല്ലറിയിലേക്ക് വീണ്ടും കയറ്റിയത്. അവിടെയും അവൻ എന്തൊക്കെ തിരിമറി നടത്തിയില്ലെന്ന് ആര് കണ്ടു? അത് മാത്രമല്ല, അവനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അവിടെ സിറ്റി ടൗണിലുള്ള അവിടുത്തെ ജ്വല്ലറിയുടെ സ്വർണം കടത്തിയത്. അന്ന് അവിടെ നിന്ന് കുറെ സ്വർണം കാണാതെ പോവുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ. അത് കടത്തിയതേ ഇവനും ആ ജ്വല്ലറിയുടെ സ്വർണ്ണപ്പണിക്കാരനും കൂടെ ചേർന്നിട്ട്. കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതോടുകൂടി നിർത്തി, അവൻ ഇനി ഒരു ബ്രാഞ്ചിലേക്കും പോകണ്ട, അവൻ ഈ വീടിന്റെ അകത്ത് പോലും ഇനി താമസിക്കണ്ട, വേറെ എവിടെയെങ്കിലും പോകട്ടെ. ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും കൊല്ലാനും പിടിച്ചു പറിക്കാനും ഒക്കെ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അവന് നല്ലൊരു മനസ്സില്ല. അത് അവന്റെ അമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ അമ്മയാകട്ടെ അതൊന്നും പഠിപ്പിച്ചു കൊടുത്തതുമില്ല. പകരം തെറ്റായ രീതിയിലാണ് അവനെ വളർത്തി വലുതാക്കിയത്. അവന്റെ ഈ പ്രവൃത്തികളെല്ലാം നമ്മുടെ ഈ കുടുംബത്തിനെ ദോഷം വരുത്തുന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവനെ നിർത്തിപ്പൊറപ്പിക്കാൻ എനിക്ക് ആവില്ല. ഇന്നത്തോടെ അവന്റെ എല്ലാ അഭ്യാസങ്ങളും ഞാൻ നിർത്താൻ പോവുക. ഇനി ചന്തുമോളുടെ അച്ഛൻ അവനാണെന്നുള്ള കാര്യവും വേണമെങ്കിൽ വിളിച്ചു പറയാം. നവ്യക്ക് അല്ലെങ്കിലും എന്തിനാ ഇതുപോലത്തെ ഒരു ഭർത്താവിന്? നവ്യയ്ക്കും അവളുടെ കുഞ്ഞിനും എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. പക്ഷേ നമുക്ക് അഭിയെയും ജലജയും ഒട്ടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നിങ്ങനെ ഒരു തീരുമാനം അവസാനം മുത്തശ്ശൻ കൈക്കൊള്ളുകയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലുള്ള കിടിലൻ രംഗങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്